ആതിഥേയരായ ജർമ്മനിയും സ്വിറ്റ്സർലാൻഡും തമ്മിലുള്ള മത്സരം സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. മത്സരം സമനിലയിൽ പിരിഞ്ഞതുകൊണ്ട് തന്നെ ജർമ്മനിയും സ്വിറ്റ്സർലാൻഡും പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. ഇരുവരെയും പ്രീ ക്വാർട്ടറിൽ കാത്തിരിക്കുന്നത് ശക്തരായ എതിരാളികളാണ്. നിലവിലെ സാഹചര്യം വെച്ച് നോക്കിയാൽ ജർമ്മനിക്ക് എതിരാളികൾ ഇറ്റലിയും അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിനെ കാത്തിരിക്കുന്നത് സാക്ഷാൽ സ്പെയിനുമാണ്. മത്സരത്തിലോട്ട് വന്നാൽ കളി തുടങ്ങി 17ാമത്തെ മിനിറ്റിൽ റോബർട്ട് ആൻഡ്രിച്ചിന്റെ പെനാൽറ്റി ബോക്സിൽ വെളിയിൽ നിന്നുള്ള ഷോട്ട് സ്വിസ് ഗോൾ കീപ്പർ സമ്മറിനെയും മറികടന്ന് വലയിലേക്ക്. ജർമ്മനി ഒന്ന് സന്തോഷിച്ചുവെങ്കിലും വാർ ചെക്ക് ചെയ്തപ്പോൾ ഗോളിലോട്ട് വരുന്നതിന് തൊട്ടു മുമ്പുള്ള പെനാൽറ്റി ബോക്സിലുള്ള ഇൻസിഡന്റിൽ മൂസിയാലയുടേത് ക്ലിയർ ഫൗൾ ആണെന്ന് കണ്ടെത്തി. ഇതിനെ തുടർന്ന് അവർക്ക് ഗോൾ നിഷേധിച്ചു. 27ാമത്തെ മിനിറ്റിൽ മാർക്കോ ഫ്ലുവർ പെനാൽറ്റി ബോക്സിൽ അകത്തു വെച്ച് കൊടുത്ത ക്രോസിൽ എൻഡോയുടെ വളരെ മനോഹരമായ ഒരു ഫിനിഷിംഗ്. കാഴ്ചക്കാരായി നിൽക്കാനേ ന്യൂ ഇയറിനായുള്ളൂ. ഫസ്റ്റ് ഹാഫിന്റെ വിസിൽ മുഴങ്ങുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്വിറ്റ്സർലാൻഡ് മുന്നിൽ. രണ്ടാമത്തെ പകുതിയിൽ ഒട്ടേറെ അവസരങ്ങളാണ് ജർമ്മനി ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും ഗോളിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചില്ല. മത്സരം മുഴുവൻ സ്വിറ്റ്സർലാൻഡിന്റെ ബോക്സിലായിരുന്നു. മത്സരം 90ാം മിനിറ്റിലെത്തിയപ്പോൾ സ്വിറ്റ്സർലാൻഡ് ആരാധകർ ആഹ്ലാദത്തിലായിരുന്നു. കളി കഴിയാൻ 2 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഇടത് വിങ്ങിലൂടെ ഡേവിഡ് റോമിന്റെ ഒരെണ്ണം പറഞ്ഞ ക്രോസ്, അതിന് ഫുൾഗ്രാമിന്റെ ഒരു ഉഗ്രൻ ഹെഡർ ഫിനിഷിങ്ങും. നിശബ്ദരായിപ്പോയി സ്വിസ് കാണികൾ. സമനില പിടിച്ചതിന്റെ ആശ്വാസത്തിലായിരുന്നു ജർമ്മൻ ആരാധകർ. ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം അടിച്ച് സമനിലയിൽ. നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇന്നലെ ജർമ്മനി ജയിക്കാതെ പോയത്. 18 ഷോട്ടുകളാണ് ജർമ്മനി ഇന്നലെ അടിച്ചത്. അതിൽ 3 മാത്രമാണ് ഓൺ ടാർജറ്റ് പോയത്. ഇത് തന്നെയാണ് അവർക്ക് വിനയായത്. സമനിലയിൽ പിരിഞ്ഞുവെങ്കിലും 7 പോയിന്റുമായി ജർമ്മനി തന്നെയാണ് ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്ത്. 5 പോയിന്റുകളുമായി സ്വിറ്റ്സർലാൻഡ് 2ാം സ്ഥാനത്തും. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഹംഗറി സ്കോട്ട്ലാൻഡിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു.